Good morning, children. Shall we continue the Moral Science Standard 1 lesson 30? Salutation to our national flag. I think about the last class we are discussing about the importance of our national flag. I think about the last video is watching more than 50. Some facts are we are discussing about the national flag, our tricolor triangle. That description is about a Dharma Chakra, that is the middle of the flag. There is a blue color chakra. Today we are giving information regarding the Dharma Chakra, a blue color chakra that is placed in the white band of our national flag. Okay, you know about that? So this is the Dharma Chakra. The color is blue. Purely blue color. There is a Dharma Chakra that is on the white band of the flag. This is the Dharma Chakra, the blue color chakra. So, now we are discussing about what are the significance of the P, that is Dharma Chakra. The name of the chakra is named Dharma Chakra. That is the chakra, the wheel of Dharma. You know about the Dharma. Dharma is virtue. Is truth. So, what are the significance of the deed? Say, the person's answer is these two, these 7 and 8. It's also treated as a filling the blanks, and this part is the answer of the question, significance of the deed. Then, now we are discussing about this is Dharma Chakra. You can easily make the Dharma Chakra very easy with the help of the compass. You are drawing a circle, then place a small circle inside it, and you place the center of the circle here. From here we are drawing these two lines. Okay? Circle area. ആ സർക്കിളിനകത്ത് ഇന്നർ സർക്കിൾ വയ്ക്കുക. ആ സർക്കിളിന്റെ സെന്ററിൽ കുത്തുക. സെന്ററിൽ നിന്ന് അതിന്റെ വ്യാസം 2 വ്യാസം ഉപയോഗിച്ചുകൊണ്ടുള്ള 2 ഇതും വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് 4 കളങ്ങളുണ്ട്. 4 കളത്തിൽ ഓരോ കളവും 6 വീതി വീതം വരയ്ക്കുക. ഇവിടെ വരുമ്പോൾ ദൈവം 1 2 3 4 ഇത് കൂട്ടണം. ഇത് കൂട്ടിയെടുക്കുക. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6
1 2 3 4 5 6 1 2 3 4 5 6 കണ്ടോ? സിമ്പിൾ. ഇതാണ് ധർമ്മചക്രം വരയ്ക്കാനുള്ള പരിപാടി. അതായത് 24 കാലുകൾ. അതിൽ ഇത് 6, ഇത് 6, ഇത് 6, ഇതാണ് കണ്ടോ? ഇതിനിടയിലും 6 ഇതിനിടയിലും 6 ഇതിനിടയിലും 6 ഇതിനിടയിലും 6 ഇതിനിടയിൽ 6 ഒരുപാട് ധർമ്മചക്രം. അതിനുശേഷം ഇതിനകത്ത് ചെറിയൊരു സർക്കിൾ വരയ്ക്കുന്നത് ഇതുപോലെ ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ ഇതാ ധർമ്മചക്രം ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗത്ത് വരച്ച് നമ്മൾ ഡിസൈൻ ചെയ്താണ് കേട്ടോ. ഇതാണ് ധർമ്മചക്രം ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ ദേശീയതലത്തിൽ ഒരുപോലെ നമുക്ക് സിമ്പിളായിട്ട് വരച്ചിടാം കേട്ടോ. സൂക്ഷിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ധർമ്മചക്രം വരച്ചു കേട്ടോ. ഞാൻ ഡിസൈൻ ചെയ്തില്ല. ഇത് അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഈ ധർമ്മചക്രം ഉപയോഗിച്ചത്. ശ്രീ ബുദ്ധദേവനെയാണ്, ഭഗവാൻ ബുദ്ധദേവനെയാണ് ഈ ധർമ്മചക്രം എന്ന് പറയുന്നത്. അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഇത് കൊത്തി ഉണ്ടാക്കി വെച്ചത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ത്യൻ പതാകയിലേക്ക്. അതുകൊണ്ട് അശോക എന്ന് പേരുണ്ട്, അശോക ചക്ര എന്ന് പേരുണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ ധർമ്മചക്രത്തിന് മറ്റൊരു പേരാണ് അശോക ചക്രം. യഥാർത്ഥ ചക്രത്തിന് പേര് ധർമ്മചക്രം. അശോക ചക്രത്തിന് പേരുണ്ട്. നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് 3 സിംഹങ്ങൾ ഇരിക്കുന്നു. അതിന്റെ സത്യമേവയുണ്ട്. ഞാൻ നമ്മുടെ എംബമായിട്ടുണ്ട്. ഇവിടെ സത്യമേവയത് എന്ന് അതിന് അശോക ചക്രം ആണ് പറയുന്നത്. അതാണ് നമ്മുടെ എംബമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പതാകയുടെ നമ്മുടെ ഫ്ലാഗിന്റെ മധ്യത്തിലുള്ള വെള്ള കളറിൽ ബ്ലൂ കളറിൽ ഉള്ളതാണ് ധർമ്മചക്രം. ഇതാണ് ധർമ്മത്തിന്റെ ചക്രം എന്ന് പറയുന്നത്.
ഇത് എന്തിനെല്ലാം കാണിക്കുന്നതെന്നാണ് നമ്മളുള്ളത്. പലമാറ്റമായിട്ട് ചക്രം വെച്ചിട്ടില്ല. നിങ്ങളിത് ശ്രമിച്ചു നോക്കിയോ. നമ്മുടെ ദേശീയതലാകെ ചക്രം മനോഹരമായിട്ട് വരച്ചിട്ടില്ല. നീല കളറാണ്. എൻ്റെ രീതിയിൽ ചോപ്പ് വെച്ചാണ് ഈ കളർ ഒപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നോക്കാം കേട്ടോ. ഇതിന് അശോക ചക്രം ദൈവരാൻ കാര്യം. അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തി കനിങ്ക മൗര്യവംശത്തിലെ അശോക ചക്രവർത്തിയാണ് ഈ ചക്രം ബുദ്ധഭഗവാനെ കണ്ടെടുത്ത് കുത്തിവെച്ചത്. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ എടുത്തിരുന്നത്. അതുകൊണ്ട് അശോക ചക്ര എന്നൊരു പേരുണ്ട്. യഥാർത്ഥത്തിന്റെ പേരാണ് ധർമ്മചക്ര. അശോക ചക്ര അറ്റ് ദ സെന്റർ ഓഫ് ദി ഫ്ലാഗ് റെപ്രസെന്റ് ദ വീൽ ഓഫ് ധർമ്മ. കണ്ടോ, അശോക ചക്ര എന്ന് വിളിക്കപ്പെടുന്ന ഈ ഫ്ലാഗിന്റെ നടുക്കുള്ള, നമ്മുടെ ഫ്ലാഗിന്റെ തൊട്ട് നടുക്കാണ് ഇരിക്കുന്നുണ്ടോ. ഫ്ലാഗിന് വെള്ള കളർ, ആ വെള്ള കളറിനകത്താണ് 24 സ്പോക്കുള്ള ഈ ചക്രം. ഈ ചക്രത്തിന് പറയുന്ന പേര് അത് വീൽ ഓഫ് ധർമ്മ എന്നാണ്. ധർമ്മത്തിന്റെ ചക്രം, സത്യത്തിന്റെ ചക്രം. ചക്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമോ. അപ്പൊ വീൽ ഓഫ് ധർമ്മ എന്ന് പറയുന്നത് വിച്ച് അപ്ഹോൾഡ്സ്. അപ്പോൾ മീൻസ് കാണിക്കുന്നു ദ ഓർഡർ ഓഫ് യൂണിവേഴ്സ്. എന്തിനാണ് പതാകയിൽ ധർമ്മചക്രം കാണിക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തിന്റെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകം, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയാണ് 220ഓളം രാജ്യങ്ങൾ ഭൂമിയിലുണ്ട്. ഈ ഇത്രയും രാജ്യം ചേരുന്നതാണ് ഭൂമി എന്ന് പറയുന്നത്. പിന്നെ വലിയ സമുദ്രങ്ങളും മഞ്ഞുവലകളും, നോർത്ത് പോൾ, സൗത്ത് പോൾ അല്ലെ, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, ഇങ്ങനെയുള്ള വലിയ ഓഷ്യനുകൾ. അതുപോലെ ഇതെല്ലാം ചേരുന്നതാണ് യൂണിവേഴ്സ്. അപ്പൊ ലോകത്തിന്റെ ഓർഡർ, ലോകക്രമത്തെ കാണിക്കാൻ. അപ്പൊ ചക്രം എന്ന് സാധനം ഏതാണ്? ചക്രം എപ്പോഴും കറങ്ങും. നിങ്ങൾ ചക്രവും സാധനം ചുമ്മാ ഇരിക്കത്തില്ല. ഇപ്പൊ ഈ ഫാൻ കൊണ്ടിട്ട് ചെറിയൊരു കാറ്റിച്ചാണ് കാരണം ഇതിൽ ചക്രം ഉള്ളതുകൊണ്ട് ചക്രം എപ്പോഴും കറന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ വയലുകളിലൊക്കെ കൃഷി ചെയ്യാനായിട്ട് നെൽകൃഷി ചെയ്യുന്നവര് ഒരു തോട്ടിനകത്തുനിന്ന് വെള്ളം കണ്ടത്തിനകത്തോട്ട് കയറ്റാൻ ചക്രം ചവിട്ടിയത് ഇപ്പോഴും താല്പര്യമുണ്ട്. ഇനി ചവിട്ടുമ്പോൾ ചക്രം ചവിട്ടുമ്പോഴാണ് വെള്ളം അകത്തോട്ട്. അപ്പൊ ചക്രം എന്ന് പറയുന്നത് കറങ്ങുന്നതാണ്. അതുകൊണ്ട് ലോകം യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഭൂമി ഇങ്ങനെ സ്വയം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതാണ് രാത്രി പറയുന്നത്. സൂര്യന് നേരെ വരുമ്പോ പകൽ, സൂര്യന്റെ പുറകെ വരുമ്പോ രാത്രി, വീണ്ടും രാത്രി പകലാവും, വീണ്ടും ഇതാണ്. ഇതാ ഭൂമിയാണ്. അതോടൊപ്പം ഭൂമി ഇങ്ങനെ കറങ്ങുന്നതോടൊപ്പം ഇങ്ങനെ ഒരു പാർട്ടികളെ ഭൂമി ചെയ്യുന്നുണ്ട്. ഇതാണ് 360 ദിവസങ്ങളുടെ ഒരു വർഷം. അങ്ങനെ ഭൂമി പോയില്ലായിരുന്നെങ്കിൽ ചൂടുള്ളടത്ത് എന്തും ചൂടും, തണുപ്പുള്ളടത്ത് എന്തും തണുപ്പും, അതുപോലെ പൂക്കളും പുഷ്പങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അതാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. ഋതുക്കൾ, സീസൺസ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. സീസൺസ് നമുക്ക് 4 സീസൺസ് ഉള്ളത്. അല്ല, വിന്റർ സീസൺ ഉണ്ട്, ദെൻ സമ്മർ സീസൺ ഉണ്ട്, പിന്നെ സ്പ്രിംഗ് സീസൺ പൂക്കളുടെ, അതാണ് ചിങ്ങമാസം വന്നു എന്നാൽ ചിങ്ങമാസം സ്പ്രിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തീർന്ന ഇലപ്പൊഴിയും കാലം തീർന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വിന്ററിൽ കയറി അല്ലേ. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഇപ്പോൾ വിന്റർ സീസൺ. അപ്പൊ എല്ലാ ഇലകളും പൊഴിയും. അതിനുമ്പാണ് ഓട്ടം സീസൺ. ഓട്ടം, അതാണ് ഇലപ്പൊഴിയും. ഈ കാലമെല്ലാം കാര്യം ഭൂമി സൂര്യനിൽ നിന്ന് പല ഡിസ്റ്റൻസിൽ അകത്തുകൊണ്ടാണ്. ഭൂമി സൂര്യൻ ഒരേ ഡിസ്റ്റൻസിൽ ആണെങ്കിൽ ഒരേ കാലാവസ്ഥയായിരിക്കും. കാലാവസ്ഥ വ്യതിയാനം വരുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ വലിയൊരു പാത്തിലാണ്. അപ്പൊ സൂര്യനുള്ള അകലം വ്യത്യാസമുണ്ട്. ഈ അകലത്തിന് വ്യത്യാസം കൊണ്ടാണ് ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ. അതുപോലെ എന്നും ഇങ്ങനെ നേരെ നിൽക്കുകയാണെങ്കിൽ എന്നും പകലായിപ്പോയി, രാത്രി ഇല്ലാതെ നമ്മൾ എങ്ങനെ പോയി കിടന്ന് ഉറങ്ങും. നീ എന്നും രാത്രി ആയാൽ നമ്മൾ എങ്ങനെ എഴുന്നേൽക്കും? അപ്പൊ ഭൂമി ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പൊ ഇവിടെ രാത്രി സൂര്യന് നേരെ വരുന്നത് ഇതൊക്കെ നിങ്ങൾ കൊച്ചുള്ള പഠിച്ചണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനാണ് ചക്രം എന്ന് പറയുന്നത്? ബൈ ചക്ര. ചക്ര മീൻസ് ഫോർ മൂവിങ്, റോളിങ്. ചക്രം ഉരുളും. അപ്പം ഭൂമി അല്ലെങ്കിൽ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കാണിക്കാനായിട്ടാണ് ചക്രം, ധർമ്മചക്രം. അതിന് 24 കാലുകൾ. ഓക്കെ, എത്രയൊക്കെ മനസ്സിലായാലും നെക്സ്റ്റ് ഇതിന്റെ കൂടെയുള്ളതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വീൽ. ദ വീൽ ഓൾസോ റെപ്രസെന്റ് മോഷൻ. മോഷൻ മീൻസ് കറക്കം. ഒരു വീൽ എപ്പോഴും കറങ്ങും. മോഷൻസ് വിച്ച് സിഗ്നിഫൈസ് പ്രോഗ്രസ് ഓഫ് അവർ നേഷൻ. കറക്കത്തെ കാണിക്കുന്നത് നമ്മുടെ രാജ്യം പുരോഗതിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ നിശ്ചലമായിരുന്ന ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ കറങ്ങിക്കൊണ്ടിരുന്നാൽ കണ്ടോ, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി, രാജ്യം നിന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിനെ കാണിക്കാനാണ് ഈ ചക്രം പതാകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചക്രം 24 കാലുകളുടെ ചക്രമാണ്. ചക്രം വെറുതെ അവിടെ ഇരിക്കുന്നില്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചക്രത്തിന്റെ കറക്കത്തെ കാണിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയാണ്. ദ പ്രോഗ്രസ് ഓഫ് അവർ നേഷൻ ടുവേർഡ്സ് സക്സസ്. വിജയത്തിലേക്കുള്ള മുന്നേറ്റം.
രാജ്യത്തിന്റെ വിജയത്തിലേക്കുള്ള പുരോഗതിയെ കാണിക്കാനായിട്ടാണ് ധർമ്മചക്രത്തെ പതാകയുടെ നടുക്ക് വെച്ചിരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഈസ് ആക്ച്വലി ദ കോഡ് ഓഫ് ഫ്ലാഗ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അതായത് പതാക, ഇന്ത്യൻ പതാക കണ്ടല്ലോ, 3 കളറുള്ള ട്രയാങ്കിൾ. അതിന് നിയമങ്ങളുണ്ട്. ഇതാണ് പതാക നിയമങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ദ ഫ്ലാഗ് കോഡ്. ഇത് തെറ്റിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് പോലും അധികാരമില്ല. ഇന്ത്യൻ പ്രസിഡന്റ് തെറ്റിച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റ് ജയിലിൽ പോകുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ പ്രസിഡന്റ്. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് പോലും പതാക നിയമം തെറ്റിക്കാൻ ഒക്കത്തില്ല. അതായത് പതാക ഉയർത്തുവാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് വെടിവെറ്റ് അധ്യക്ഷനാണ്. പതാക മാറി ഇരിക്കുകയാണെന്ന് പറ്റത്തില്ല. അറ്റൻഷനായിട്ട് നിൽക്കണം. കുട്ടികളെല്ലാം ദേശീയ പതാക ഉപയോഗിച്ചാലും ഈ നിയമങ്ങൾ പാലിക്കണം. ഇത്രയും നിയമങ്ങൾ. വാട്ട് ആർ ദി ഫ്ലാഗ് കോഡ്? ABCDE 5 എണ്ണാണ് ഫ്ലാഗ് കോഡ്. 5 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി റെസ്പെക്ടഡ് ബൈ എവരി സിംഗിൾ സിറ്റിസൺ. ഇന്ത്യൻ പതാകയെ ഓരോ ഇന്ത്യക്കാരും ബഹുമാനിച്ചിരിക്കണം. അതിനെ അപമാനിക്കാൻ പറ്റില്ല. ഇന്ത്യൻ പതാക നിലത്തിടുക, നിലത്ത് മുട്ടിക്കുക, ഇന്ത്യൻ പതാക ചവിട്ടുക, ചുരുട്ടുക ഒന്നും പാടില്ല. ശലാക ഭംഗിയായിട്ട് അടുക്കി വെക്കണം. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് വരുമ്പോൾ ഇന്ത്യൻ പതാക പുറപ്പിച്ചാൽ ആ മണ്ണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പതാക മാറ്റണം. പതാക വെച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഈ പതാകയെ എല്ലാവരും ഓരോ ഇന്ത്യക്കാരും, ഇന്ത്യൻ സിറ്റിസണായ ഇന്ത്യക്കാരനെ ബഹുമാനിക്കണം. 2, when it is hoisted, saffron should always be on top. പതാക ഉയർത്തുമ്പോൾ പതാകയുടെ സഫ്രോൺ കളർ, അതായത് ഈ ഓറഞ്ച് കളർ മുമ്പിൽ പതാക തല തിരിച്ച് ഉയർത്തിയാൽ വലിയ കുറ്റമാണ്. ഗ്രീൻ മുകളിലും സഫ്രോൺ താഴെയുമാകാൻ പറ്റത്തില്ല. കാരണം സഫ്രോൺ എന്ന് പറയുന്നതാണ് സാക്രിഫൈസ്. അത് മുമ്പിൽ അടിക്കണം. അങ്ങനെ പതാക, ഇങ്ങനെ മാത്രമേ പതാക ഉയർത്താൻ പാടുള്ളൂ. പതാക ഉയർത്തിയിരിക്കുമ്പോൾ ഇതുപോലെ ഇതാണ് പതാക ഉയർത്തിയിരിക്കുന്ന പടം. കണ്ടോ? നമ്മുടെ ഇന്ത്യൻ കെട്ടിടത്തിന് മുമ്പിൽ ഓരോ ഇന്ത്യ ഗവൺമെന്റിന്റെ ബിൽഡിങ്ങിന് മുകളിൽ ഈ പതാക ഉയർത്തിയിട്ടുണ്ട്. പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ, അതുപോലെ എല്ലാ ഓഫീസുകളിലേക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം പതാക ഉയർത്തുന്നത്. ഒരിക്കലും തല തിരിച്ച് പതാക ഉയർത്താൻ പാടില്ല. 3, see, no other flag should be placed always above national flag. End means national flag. നാഷണൽ ഫ്ലാഗ് ഉയർത്തിയിട്ട് അതിന്റെ മുകളിൽ വേറെ ഒരു കൊടിയും ഉയർത്താൻ പറ്റത്തില്ല. ഏറ്റവും ടോപ്പിൽ നാഷണൽ ഫ്ലാഗ് ആയിരുന്നു. നാഷണൽ ഫ്ലാഗ് വേറെ ഒരു കൊടിയും ഉയർത്താൻ പറ്റത്തില്ല. ഉയർത്താൻ താഴെ, മേളിൽ പാടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കേസാവും, കുഴപ്പമാണ്. 4, fourth one, national flag or any imitation not be used for trade, business or profession. ഇന്ത്യ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്കല്ലാതെ വേറൊരു കാര്യത്തിൽ നാഷണൽ ഫ്ലാഗ് ഉപയോഗിക്കാൻ പാടില്ല. ബിസിനസിനോ കച്ചവടത്തിനോ മറ്റെന്തെങ്കിലും പ്രശ്നം ഒരു കാര്യത്തിനും നാഷണൽ ഫ്ലാഗ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റിന് മാത്രമേ നാഷണൽ ഫ്ലാഗ് ഉപയോഗിക്കാൻ പറ്റൂ. നമ്മുടെ സ്കൂളുകൾ ഉയർത്താം. സ്കൂൾ ഗവൺമെന്റിന്റെ ഭാഗം, സ്കൂളിൽ വേണമെങ്കിൽ ദേശീയ പതാക ഉയർത്താം. പക്ഷെ ഉയർത്തിയാൽ സംഭവം എളുപ്പമല്ല. അതുകൊണ്ട് സൂക്ഷിക്കും. ഇനി അടുത്ത നിയമമാണ്, നാഷണൽ ഫ്ലാഗ് ഷുഡ് ബി ടേക്കൻ ഡൗൺ അറ്റ് സൺസെറ്റ്. സൂര്യാസ്തമനത്തിന് മുമ്പ് നാഷണൽ ഫ്ലാഗ് താഴെ ഇറക്കണം. സൂര്യൻ അസ്തമിച്ച് രാത്രിയിൽ നാഷണൽ ഫ്ലാഗ് മുകളിൽ നിൽക്കാൻ പാടില്ല. അതാണ് ഒരു കുറ്റമാണ്. അതുകൊണ്ടാണ് നാഷണൽ ഫ്ലാഗ് ആരും നമ്മൾ സാധാരണ സ്വാതന്ത്ര്യത്തിന് മാത്രമേ സ്കൂളുകളിൽ നാഷണൽ ഫ്ലാഗ് ഉയർത്താറുള്ളൂ. ഉയർത്തിയ പതാക വൈകുന്നേരത്തിന് മുമ്പ് താഴെ ഇറക്കണം. പതാക സന്ധ്യ കഴിഞ്ഞിട്ട് രാത്രി മുകളിൽ നിൽക്കുന്നത് കണ്ട സ്കൂൾ പ്രിൻസിപ്പലിന്റെ പേരിൽ കേസ് അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് പതാക ബഹുമാനിക്കുന്നതാണ്. ഈ 5 കാര്യങ്ങളാണ് പതാക നിയമം. പതാക സംബന്ധിച്ച നിയമങ്ങൾ, ദ കോഡ് ഓഫ് നാഷണൽ ഫ്ലാഗ്. 1, അത് എല്ലാ ഇന്ത്യൻ സിറ്റിസനും ബഹുമാനിക്കണം. 2, അത് ഉയർത്തുമ്പോൾ ഓറഞ്ച് മുകളിലിരിക്കണം. 3, അത് അതിന്റെ മുകളിൽ വേറെ ഒരു കൊടിയും ഉയർത്താൻ പാടില്ല. 4, അതിന്റെ അനുകരണമാണ്. കച്ചവടം, അതുപോലെ ബിസിനസ് തുടങ്ങിയ ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റില്ല. സർക്കാരിന് അവസാനത്തെ അത് വൈകുന്നേരത്തിന് മുമ്പ് താഴെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ പതാക നിർത്താൻ പാടില്ല. പതാക താഴെ കയറ്റുമ്പോൾ റഫറൻസ് ആയിട്ട് നിൽക്കുന്നത് പോലെ ഇറക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ഈ 5 കാര്യങ്ങൾ എല്ലാ സിറ്റിസൺ. ഇതാണ് പതാക നിയമം. എല്ലാവരും പരിശോധന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി നാഷണൽ ഫ്ലാഗ് കോഡ്? ഇനി ഏതാണ്ട് 2 കാര്യങ്ങൾ തീർക്കുകയാണ്. ഇത് ഫിസിക്കൽ സയൻസ് ആയിട്ട് ചോദിക്കാം. ഈ പതാകയുടെ ഒരു പ്രത്യേകതയാണ്, ഇന്ത്യൻ പതാക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. നമുക്കറിയാം ഹിമാലയ പർവ്വതം. ആ ഹിമാലയ പർവ്വതം ഇന്ത്യയും നേപ്പാളുമായിട്ടാണ് കിടക്കുന്നത്. ആ ഹിമാലയ പർവ്വതം ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തിന് പറയുന്ന പേരാണ് പീക്ക്, കൊടുമുടി. അതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. അത് ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്.
പക്ഷെ ഇന്ത്യൻ ലക്ഷ്യത്തിൽ ഗോൾബിൻ ഓസ്ലി കാഞ്ചൻജംഗയാണ്. അങ്ങനെ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് 33,000 ചില്ലുവാനും അടി 8,860 മീറ്ററാണ്. അതിന്റെ മുകളിൽ കയറി മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ കയറി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി 1953 മെയ് 29. ഇതാണ് ഈ ചിത്രം. ഇതാണ് മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ പതാക ഉയർത്തിയിരിക്കുന്ന ചിത്രം. ആ തീയതിയാണ് കണ്ടിരിക്കുന്നത്. നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റഡ് ഓൺ മൗണ്ട് എവറസ്റ്റ്, ദ വേൾഡ് മോസ്റ്റ് പീക്ക്, ഓൺ 29 മെയ് 1953. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ആയ പീക്കായ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എന്ന് പറഞ്ഞാൽ മല എന്നുള്ള അർത്ഥം. എവറസ്റ്റ് എന്ന് പറയുന്ന മഞ്ഞുമലയുടെ മുകളിൽ 1953 മെയ് 29 ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. പറഞ്ഞാൽ പർവ്വതത്തിൽ കയറി ചെന്ന് അവർ ഇന്ത്യൻ ദേശീയ പതാക അവിടെ കാട്ടി. ഞാൻ അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതാ, നാഷണൽ ഫ്ലാഗ് വാസ് അറ്റാച്ച്ഡ് ഓൺ ദ സ്പേസ് ഷിപ്പ് ഓഫ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ, ദ ഫസ്റ്റ് ഇന്ത്യൻ ഗോ ടു സ്പേസ്. അതായത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ ശൂന്യാകാശത്തിലേക്ക് റോക്കറ്റിൽ കയറി ശൂന്യാകാശ പേടകത്തിൽ കയറി ആദ്യമായിട്ട് പോയത് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ എന്ന് പറയുന്ന വ്യോമസേന പൈലറ്റാണ്. വ്യോമസേന ജോലി ചെയ്യുന്ന പൈലറ്റ് അന്ന് സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം റിട്ടയർഡ് ആകുമ്പോൾ വിംഗ് കമാൻഡറായി. അപ്പൊ സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മ വ്യോമസേന പൈലറ്റാണ്. ആദ്യമായിട്ട് റഷ്യൻ റോക്കറ്റിൽ കയറി ശൂന്യാകാശത്തിൽ പോയ ഇന്ത്യക്കാരൻ. അദ്ദേഹം ആ റോക്കറ്റിൽ പോയപ്പോൾ ഇന്ത്യൻ ദേശീയ പതാക ആ റോക്കറ്റിൽ ആ സ്പേസ് ഷിപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശൂന്യാകാശത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ചെന്നത് കൊണ്ടുപോയ ആളാണ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ. The first Indian to go to space. ശൂന്യാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മ. പിന്നീട് അദ്ദേഹം വിംഗ് കമാൻഡർ ആയിട്ടുണ്ട്. വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ അറ്റാച്ച് നാഷണൽ ഫ്ലാഗ് ടു ദ സ്പേസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. ഓക്കെ, നിങ്ങളുടെ സെൻഡ് ചെയ്യുക. ഓക്കെ, ഇത് പഠിക്കുക. എല്ലാ കാര്യങ്ങളും വായിച്ച് എനിക്ക് ഇംഗ്ലീഷ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. മലയാളം എല്ലാം എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷിലെല്ലാം മലയാളമുണ്ട്. മലയാളം പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. പരീക്ഷയ്ക്ക് മലയാളം ഒന്നും വേണ്ട, ഉള്ളി ഇംഗ്ലീഷ് മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് മലയാളം എഴുതി തന്നിരിക്കുന്നത്. ഓക്കെ.